മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാവണം, വിശുദ്ധിയുണ്ടാവണം. അതിനുവേണ്ടി ഈശോ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. പിതാവിന്റെ പക്കലേക്ക് പോകണമെങ്കിൽ ഈശോയെ പോലെ ജീവിക്കണം. ഈശോയിലൂടെ എന്ന് പറയുമ്പോൾ ഈശോ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത് അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ പിതാവിന്റെ സന്നിധിയിൽ എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിൽ തീർന്നില്ല, അവിടുന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകണം. അതിനുവേണ്ടി ഈശോയെ പോലെ ജീവിക്കണം. ഈശോ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ചു, പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ച് ജീവിച്ചു, വിശുദ്ധിയിൽ ജീവിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. ഈ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമുക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കും. ഈ വഴിയിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തില് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള കൃപ അത് ഈശോയെ പോലെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇന്നിവർ ചെയ്യുന്ന സകല കാര്യങ്ങളിലേക്കും അങ്ങയുടെ കൃപ നിറയട്ടെ, അങ്ങയുടെ അഭിഷേകം നിറയട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലും പൈശാചിക ശക്തിയിലും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ദിവികാരുണ്യത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.